ഇക്ഷൂണാം ആദി മധ്യാന്തം ശർക്കര. ഇക്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പ് എന്നർത്ഥം. അപ്പം ഈ കരിമ്പിൻ്റെ അടി മുതൽ തല വരെ ആദിമധ്യാന്തം എന്താ വ്യാപിച്ചിരിക്കുന്നത്? ശർക്കര, മധുരമാണ്. ഇപ്പോൾ ചായയോ കാപ്പിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കഷ്ണം കരിമ്പ് വെട്ടിയിട്ടാൽ കാര്യം നടക്കുമോ? ഇല്ല. അപ്പം ഈ കരിമ്പ് യഥാവിധി സംസ്കരിച്ചെടുത്ത പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കുമ്പോൾ ആ മാധുര്യം ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം ഈ കരിമ്പ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ സത്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. ഇപ്പോൾ ദാ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഓരോ കഷ്ണം കരിമ്പ് നമ്മുടെയൊക്കെ കയ്യിൽ കൊണ്ടു തന്നു എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഈ കരിമ്പ് കയ്യിൽ കിട്ടിയപ്പോൾ എന്താ ചെയ്യുക? വെറുതെ ഈ കരിമ്പ് ഇങ്ങനെ കയ്യിൽ പിടിക്കുക, ഇങ്ങനെ നോക്കുക, അങ്ങനെ നോക്കുക, അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലെ കരിമ്പ് നോക്കുക, പതുക്കെ തൊട്ട് നോക്കുക, അല്ലാതെ വേറെ യാതൊന്നും ചെയ്യാനില്ല. എന്നാൽ ഈ കരിമ്പ് തരുന്നതിന് പകരം ഈ കരിമ്പ് നന്നായിട്ട് ഇടിച്ച് ചതച്ച് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റേതായിട്ടുള്ള ആ സത്ത അഥവാ ആ നീര് മാത്രം ഒരു പാത്രത്തിലാക്കി തന്നു കഴിഞ്ഞാൽ, ഒന്ന് ചോദിച്ചോട്ടെ, കരിമ്പ് തന്നാലാണോ സന്തോഷമാവുക അതോ കരിമ്പ് നീര് കിട്ടിയാലാണോ കൂടുതൽ സന്തോഷമാവുക? എന്ത് കിട്ടിയാലാണ് കൂടുതൽ സന്തോഷമാവുക? ആ കരിമ്പ് നീര് കിട്ടിയാലും സന്തോഷമാവുക. എന്താ കാരണം? പണിയെടുക്കേണ്ട കാര്യം കാരണം, അല്ലാണ്ട് വേറൊന്നുമല്ല, അല്ലേ? അപ്പോൾ കരിമ്പ് മാത്രം കിട്ടിയാൽ കുറച്ച് അധ്വാനമുണ്ട്. എന്നാൽ കരിമ്പ് നീര് കിട്ടിയാലോ വളരെ എളുപ്പമായി. ഇതേപോലെ വിചാരിച്ചാൽ മതി. സത്യത്തിൽ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വേദമാണ്. ആധികാരികത അവിടെ മാത്രമാണ്. വേദമാണ് പഠിക്കേണ്ടത്. പക്ഷേ ആ വേദം പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് കാലം കഴിയുന്തോറും ചിന്താശേഷി കുറയാണ്. ആ വേദം എന്ത് ചെയ്തു? ഭഗവാൻ കൃഷ്ണദ്വൈപായനായിട്ട് അവതരിച്ച് ആ വേദത്തെ 4 മാറ്റി. അങ്ങനെയെങ്കിലും ഓരോ ഭാഗം ഓരോരുത്തർ പഠിക്കട്ടെ ചിട്ട. ഋക്ക്, യജുസ്, സാമം, അഥർവം. അതും പറ്റാത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ ഉപാംഗങ്ങളുണ്ടാക്കി, വേദാന്തങ്ങളുണ്ടാക്കി, അതിൻ്റെ രസം കടഞ്ഞെടുത്ത് വേദാന്തങ്ങളുണ്ടാക്കി. പിന്നീട് ഉപനിഷത്തുകളൊക്കെ അവിടെ നിന്നുണ്ടായി, പലതരത്തിലുള്ള ഉപനിഷത്തുകൾ ഉണ്ടായി. അതും പഠിക്കാൻ പറ്റാത്തൊരു സന്ദർഭം, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന സമയത്ത് എന്താ ഉണ്ടായത് വെച്ചാൽ ഓരോരോ ഗ്രന്ഥങ്ങളുടെ അകത്ത് സാരമായിട്ടുള്ളത്, അതാണ് മധ്യേ മഹാഭാരതം, ഗീത, ഉദ്ധവോപദേശം, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എടുത്ത് പഠിക്കാനായിട്ട് പറഞ്ഞു. അതും പറ്റാതായ സമയത്ത് പുരാണ ഇതിഹാസങ്ങളൊക്കെ പഠിച്ചോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്താ? ആ ജ്ഞാനത്തിലേക്ക്, ആ വേദത്തിലേക്ക്, ആ ബ്രഹ്മത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുക മാത്രമാണ് ലക്ഷ്യം. രണ്ടാമതൊരു ലക്ഷ്യം നമുക്കാർക്കും ഇല്ല. അവിടെ എത്തണം. ആ പരമലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് കരുണാമയനായിരിക്കുന്ന മഹാദേവര് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭാഗവതം ഏറ്റവും കൂടുതൽ പ്രിയം ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന പരമേശ്വരനാണ്, മഹാദേവർക്കാണ്. ആ മഹാദേവരാണ് ഭാഗവതാണെങ്കിലും രാമായണാണെങ്കിലൊക്കെ ആസ്വദിച്ച് സദാ മഹത്തുക്കൾക്ക് പാടി 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 കേൾപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. കരുണാമയനായ ആ ശങ്കര ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭാഗവത മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കാം. ഒരധ്യായം വായിക്കാം. ആ ഒരധ്യായം വായിച്ച് സമയത്തിന് അനുസരിച്ച് അല്പം ഒന്ന് ചിന്തിച്ച് നിർത്തപ്പെടുന്നത് നമുക്ക് നിർത്താം. ഗോവിന്ദനാമ സങ്കീർത്തനം.